വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 2024 ഏകദേശം അവസാനിച്ചൂലെ. ഈ വർഷം നമ്മൾ 2025 എന്ന് പറയുന്ന പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2024 നടന്നിട്ടുള്ള ഇന്ത്യയിലെ ആയാലും വേൾഡിലെ ആയാലും കേരളത്തിലെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതിന്റെ അത്യാവശ്യകതയുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2024 നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോണത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ. കേരളത്തിലെ ആദ്യ വനിതാ ദഫേദർ KCG. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരി നായർ. സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പ്രണവ് ജ്യോതിനാഥ്. സംസ്ഥാനത്തെ 49ാമത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. കേരളത്തിന്റെ ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ. സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് CEO ശ്രീകുമാർ K നായർ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ. ലോക്പാൽ അധ്യക്ഷൻ AM ഖാൻവിൽക്കറെ. രാജ്യത്തെ ആദ്യ ലോക്പാലായ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷിന്റെ പിൻഗാമിയായാണ് AM ഖാൻവിൽക്കറെ നിയമിതനായത്. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ AS രാജീവ്. UPSC ചെയർപേഴ്സൺ പ്രീതി സുധൻ. UPSC ചെയർപേഴ്സൺ ആകുന്ന രണ്ടാമത്തെ വനിതയാണ് പ്രീതി സുധൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ കിഷോർ മക്വാന. ഏഷ്യൻ ഒളിമ്പിക്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് രൺവീർ സിംഗ്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിക്കപ്പെട്ട മലയാളി K കൈലാസ്നാഥ്. ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ഋതു ബാഹരി. ഇന്ത്യയിലെ യുനിസെഫ് അംബാസിഡർ കരീന കപൂർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയറാകുന്ന ആദ്യ പാകിസ്ഥാനി വനിത സലീമ ഇംതിയാസ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് കമ്മീഷണർ ലിൻഡി കാമറൂൺ. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട, അങ്ങനെ വായിക്കണം കേട്ടോ, അത് നമ്മള് ടൈപ്പ് ചെയ്തതിന്റെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഞാൻ മേയർ എന്നുള്ളത് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പൊ ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ബൈജു തിട്ടാല. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം നിയമനങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. കാരണം അടുത്ത കാലത്ത് നടന്നിട്ടുള്ള നിയമനങ്ങളൊക്കെ PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് എന്താ പറയാ, നിയമനങ്ങള് 2-3 പ്രാവശ്യം കേൾക്കുക അല്ലെങ്കിൽ വായിക്കുകയോ ചെയ്ത് നിങ്ങളത് മനഃപ്പാഠമാക്കി വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.